ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 160 കിലോയുടെ ഹോട്ടൽ ബ്ലെൻഡിന്റെ ഓർഡറാണ്. വമ്പൻ ഓർഡറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഞായറാഴ്ച ഒരു ദിവസം നമ്മളെ വിളിച്ച് പറഞ്ഞതാണ്, ഈ ഒരു ഓർഡർ നമ്മളോട് ആവശ്യപ്പെട്ടതാണ് അവര്. അപ്പൊ ഇന്ന് രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് അവര് വന്ന് ഇത് എടുത്തോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ് നമ്മൾ കോരി വെച്ചിട്ടുണ്ട്. 5 കിലോയുടെ പാക്കറ്റുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ 35 കിലോയുടെ രണ്ട് ബാഗുകളും ആക്കിയിട്ടുണ്ട്. 160 കിലോ ആണ് മൊത്തം ഈ ഒരു തേയില നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാക്കിംഗ് പരിപാടി എല്ലാം പൂർത്തിയായിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രിയിലാണ് നമ്മളെ വൈകിയാണ് അവർ വിളിച്ചു പറയുന്നത്. നമ്മളോട് മുമ്പും നമ്മളോട് ഇതുപോലെ ഹോട്ടൽ ബ്ലെൻഡ് നമ്മളോട് തേയില വാങ്ങി അവര് കൊണ്ടുപോയിട്ടുള്ളതാണ്. അവർക്ക് നമ്മുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് വീണ്ടും ഇതുപോലെ നമുക്കൊരു 150 കിലോയുടെ ഒരു ഓർഡർ തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാം നമ്മൾ നേരെ നമ്മൾ പാക്കറ്റുകളൊക്കെ ആക്കിയിട്ട് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സീൽ ചെയ്യണം, അതോടൊപ്പം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഇതിൽ കിട്ടുന്ന ലാഭം എത്രയാണെന്ന് വെച്ചാൽ ശരാശരി 60 രൂപയാണ് ഒരു കിലോയിൽ മേൽ നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി, 160 കിലോയ്ക്ക് ഒരു കിലോയിൽ മേൽ ഞാൻ 60 രൂപ ലാഭം എടുക്കുകയാണെങ്കിൽ എനിക്ക് എത്ര ലാഭം കിട്ടും എന്നുള്ളത് 9600 രൂപ എനിക്ക് ഈ ഒരു 160 കിലോ വിൽപ്പന നടത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന ലാഭമാണ്. അപ്പൊ എന്റെ പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾക്കും ഇതുപോലെ തന്നെ സ്വന്തമായിട്ട് വീട്ടില് ഹോട്ടൽ ബ്ലെൻഡ് തേയിലയിലൂടെ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം നേടാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇത് 160 കിലോ ഇന്നലെ നമ്മളെ വിളിച്ചു വെച്ചും അവർ പറഞ്ഞു വെച്ചാൽ അർജന്റായിട്ട് അത്യാവശ്യമായിട്ട് നാളെ തന്നെ നമുക്ക് തേയില ആവശ്യമുള്ളതാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് എങ്ങനെയാണ് തരിക? ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് ഞാൻ തന്നതുപോലെ തന്നെ രണ്ട് ബാഗുകളാക്കി തരാം. അപ്പൊ അതുപോലെ തന്നെ രണ്ട് ബാഗ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് പാക്കറ്റ് ആക്കി തരാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ തന്നെ പാക്കറ്റുകൾ ആക്കിയിട്ടാണ് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത്. മൊത്തം 18 പാക്കറ്റ് തേയില ഇതിനകത്ത് വരുന്നുണ്ട്. 18 5 കിലോയുടെ പാക്കറ്റുകളാണ് ഇപ്പൊ ഈ വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോയുടെ പാക്കറ്റുകളാണ് കോരി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടി ചേർത്തിരിക്കുന്നത് AVT ആണ്. AVTയുടെ കരടിക്കുടി, അതോടൊപ്പം തന്നെ വുഡ് ബ്രിഡ്ജ്, ടാറ്റക്കാരുടെ ഉരുളിക്കൽ എന്ന് പറഞ്ഞ തേയിലയും കൂടെ ചേർത്തിട്ടാണ് ഈ പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി, നമ്പർ 1 ക്വാളിറ്റി കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെയുള്ള ഓർഡർ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്കും ആർക്കും വേണമെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾക്കും സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ ഇതിനകത്ത് നമുക്കിപ്പോ അവര് ആദ്യമേ കൂട്ടി 5000 രൂപ നമുക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ട്. 9600 രൂപയാണ് ഇതിന്റെ മൊത്തം റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു ഇതിനകത്ത് എന്തെങ്കിലും കുറയ്ക്കാനായിട്ട് വല്ല മാർഗമുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു പാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ റേറ്റ് ആണ്. അല്ലെങ്കിൽ എനിക്കൊരു, കാരണം നമ്മൾ AVTയുടെ കരടി കൂടിയൊക്കെ എടുത്ത് ചെയ്തേക്കുന്നതാണ്. അപ്പൊ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള തേയിലയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ബ്രാൻഡ് കുറഞ്ഞത് നമ്മൾ ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ളതാണ് ബാക്കി രണ്ടും ചേർത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അത്ര റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു 60 രൂപ ഒരു കിലോയിൽ മേൽ ഞാൻ പ്രോഫിറ്റ് എടുക്കും. അപ്പൊ ആ ഒരു ലാഭം എടുത്തിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരണമെന്ന്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ, നമുക്ക് ക്വാളിറ്റി കിട്ടിയാൽ മതി, കുഴപ്പമില്ല, വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ നമ്മൾ 5 കിലോയുടെ പാക്കറ്റുകളൊക്കെ ആയിട്ട് ഇപ്പൊ അതെ നമ്മൾ ഇതുപോലെ സീൽ ചെയ്യാൻ പാകത്തിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. 5000 രൂപ അവർ ഓൾറെഡി നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ നമുക്ക് ജീപ്പ് ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ബാലൻസ് 4600 രൂപ ഇത് വന്ന് ഇനിയിപ്പോ ഒരു 2 മണിക്കൂറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് വന്ന് ഈ തേയില എടുത്തുകൊണ്ട് പോകും. അപ്പൊ 4600 രൂപ ബാലൻസ് പൈസ കൂടെ വന്ന് തന്നതിന് ശേഷമാണ് അവർ നമ്മളോട് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ എനിക്ക് കിട്ടുന്നത്, ഇന്നലെ ഓർഡർ തന്നു, ഇന്ന് ഞാൻ ഇത് കംപ്ലീറ്റ് രാവിലെ തന്നെ നമ്മുടെ ഇരിക്കുന്ന ഏറ്റവും നല്ല ടോപ്പ് ആയിട്ടുള്ള ബ്രാൻഡ് ഞാൻ നോക്കി. സൂര്യയിൽ ഇരിപ്പുണ്ടായിരുന്നു, മയൂര് ഇരിപ്പുണ്ടായിരുന്നു, അപ്പൊ AVT ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇപ്രാവശ്യം എന്തായാലും കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ മയൂര് സൂര്യയിലേക്ക് എടുത്ത് നമ്മൾ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റുള്ള പാർട്ടികൾക്ക്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ AVTയുടെ ബ്രാൻഡ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് കൊടുക്കാന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇത് ഞാൻ തന്നെ ആദ്യം തന്നെ ഒന്ന് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ്, നല്ല ചായക്കൊക്കെ നല്ല കടുപ്പവും കിട്ടുന്നുണ്ട്, നല്ല സ്മെല്ലും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് കാരണം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ AVT തന്നെ അവർക്ക് കൊടുക്കാന്നുള്ളത് കൂടെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതിപ്പോ AVTയുടെ നല്ല ക്വാളിറ്റി, നല്ല ഫ്രഷ്നെസ് ആണ്. ഇതിന്റെ ഈ ഒരു സ്മെല്ല് തന്നെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്കും ക്വാളിറ്റി കിട്ടുന്ന രീതിയിലാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് 9600 നമ്മള് 10 കടകളിൽ നമ്മൾ കയറി ഇറങ്ങി നമ്മൾ ഇങ്ങനെ തേയില വേണം എന്ന് ചോദിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇങ്ങനെ കൊടുത്തെങ്കിലല്ലേ നമുക്ക് കച്ചവടം കിട്ടത്തുള്ളൂ. 10 കട 20 കടയിലൊക്കെ ഞാനിങ്ങനെ ചോദിച്ച് ചിലപ്പോ ഈ 10 കടക്കാർ നമ്മളോട് എടുത്തില്ലെങ്കിൽ, അപ്പൊ ശരിയാണ് 10 കടയിൽ ചോദിക്കുമ്പോൾ നമുക്ക് 5 കടയായിരിക്കും കിട്ടുന്നത് അല്ലെ. നമ്മൾ അങ്ങനെ ഓരോ കടകളിലും നമ്മൾ ചോദിച്ചു വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് സൈഡായിട്ട് നമ്മുടെ ക്വാളിറ്റി മനസ്സിലാക്കി നമുക്ക് ഇതുപോലെ വന്ന് നമ്മളെ തന്നെ സമീപിച്ച് നമ്മൾക്ക് തരുന്ന ഓർഡറാണ് ഈ പറഞ്ഞ ബ്രാൻഡുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു ഹോട്ടൽ ബ്ലെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമ്മൾ അവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ല ക്വാളിറ്റി, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി തരും. അപ്പൊ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേറ്റ് കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ പറയുക. അല്ല, നിങ്ങൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും റേറ്റ് പറയരുത്.
ഞാനിപ്പോ എനിക്ക് തയ്യാറാക്കി എടുത്തപ്പോഴത്തേക്കും എനിക്ക് 180 രൂപ. ഞാൻ മുമ്പ് ചെയ്തേക്കുന്നത് 167, 170 രൂപയുടെ ഹോട്ടൽ ബ്ലെൻഡ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് റേറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ തേയില ഞാൻ 240 കൊടുത്താണ്. അപ്പൊ ഇത് എനിക്ക് വന്നത് എന്ന് വെച്ചാൽ 180 രൂപ എന്ന് എനിക്ക് റേറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 260 രൂപ അവരോട് ഞാൻ പറഞ്ഞു. 260 രൂപ 1 കിലോയിൽ എനിക്ക് വില വരും എന്ന് പറഞ്ഞ് അവര് ഓക്കെ പറഞ്ഞ. കാരണം അവരിത് 300 രൂപയ്ക്ക് കൊടുത്താലും അവർക്ക് മുതലാവും. കാരണം വെച്ചാൽ അവർക്ക് വേറെ പാക്കിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ മാത്രം ഇതിനകത്തൊന്ന് പ്രിന്റ് ചെയ്തെടുക്കുക. കാരണം തേയില നമ്പർ 1 ക്വാളിറ്റിയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം എത്രയാണെന്നുള്ളത് ഞാൻ നോക്കാൻ പോകുന്നില്ല. ഞാൻ എന്റെ പ്രോഫിറ്റ് ആണ് ഞാൻ നോക്കുന്നത്. എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രോഫിറ്റ് ഞാൻ അതനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ള നമ്പർ 1 സാധനമായിരിക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരാൾക്ക് ഒരു തേയില കൊടുക്കാനായിട്ട് നിങ്ങളോട് റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു റേഷ്യോ നിങ്ങൾ എത്രയാണ് മിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ബ്രാൻഡാണ് എടുത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിന് നിങ്ങൾക്ക് പെർ കെ ജി ഇപ്പൊ മയൂരയും കണ്ണന്തേവനും എവിറ്റിയും കൂടെ എടുത്തിട്ടാണ് നിങ്ങൾ മിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് മൂന്നും കൂടെ ചേർത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആവറേജ് എത്ര രൂപ റേറ്റ് കാര്യങ്ങൾ വരും. അപ്പൊ അത് നിങ്ങൾ 1 കിലോ വിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടണം, ഇതെല്ലാം നിങ്ങൾ ആദ്യമേ കൂട്ടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അവരോട് റേറ്റ് പറയാവുള്ളൂ. അപ്പൊ റേറ്റ് എത്രയാണെന്ന് ചോദിക്കാൻ പറയണം. റേറ്റ് ഞാൻ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ നിങ്ങളോട് വിളിച്ച് പറയാൻ പറയണം. അപ്പൊ അവരുടെ കോൺടാക്റ്റിലേക്ക് നിങ്ങൾ വിളിച്ച് പറയണം. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം എത്ര രൂപ റേറ്റ് വരും എന്നുള്ളത്. ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാൻഡ് മാറാം അല്ലെ. എവിറ്റിയുടെ കൂടെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് എവിറ്റിയുടെ ചേർത്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ എവിറ്റി ചേർക്കണതിന് പകരമായിട്ട് മയൂര ചേർക്കണേ മയൂര ചേർക്കാം. ഇതേപോലെ നിങ്ങൾക്ക് സൂര്യയിലെ സൂര്യയില് ചേർക്കണേ സൂര്യയില് ചേർക്കാം. ഇനി വുഡ് ബ്രിഡ്ജ് ഞാനിപ്പോ വുഡ് ബ്രിഡ്ജ് ചേർക്കുന്നത് പോലെ വുഡ് ബ്രിഡ്ജ് അല്ല നിങ്ങൾക്ക് വാംടി ആണെങ്കിൽ വാംടി ചേർക്കാം. അല്ലെങ്കിൽ സെമി വാലിയുടെ സെമിയിൽ. അപ്പൊ ഇതിനകത്ത് 2 രൂപ 3 രൂപയുടെ ഒക്കെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും എന്നുള്ളതാണ്. ഈ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ വിലയിലുള്ള വരുന്ന ആ ഒരു വ്യത്യാസ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ എന്നിരുന്നാൽ നിങ്ങളിത് ബ്ലെൻഡ് ചെയ്ത് വ്യത്യാസം വന്നാലും നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ അവസാനം വരുമ്പോൾ നിങ്ങളിത് ബ്ലെൻഡ് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭമേ കിട്ടത്തുള്ളൂ എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാൻ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സുമെടുക്കരുത്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചാണ് ചായക്കടകളെല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഗ്യാസ് കിട്ടാത്ത പ്രശ്നങ്ങൾ പ്രതിസന്ധി കാരണം ചായക്കടകളൊക്കെ. അപ്പൊ ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കാരണം എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇതൊക്കെ പറയുന്നതാണ് ബിസിനസ് ആരംഭിക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒരു ഇതുവരെയായിട്ട് അവർ നിർത്തി പോയിട്ടില്ല. അവരുടെ വരുമാന മാർഗമായിട്ടുള്ള ഈ പരിപാടിയൊന്നും അവർ വേണ്ടെന്ന് വെച്ചിട്ട് അവർ പോയിട്ടുള്ളവരൊന്നും അല്ല, പോകുന്നുമില്ല. അവരിപ്പോഴും അവര് ബദൽ മാർഗമായിട്ട് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചും വിറകടുപ്പായിട്ടും 5 രൂപയും 2 രൂപയും 3 രൂപയൊക്കെ വെച്ച് കൂട്ടി ചായക്കൊക്കെ വില കൂട്ടിയിട്ടാണെങ്കിലും അവരുടെ കച്ചവടം വേണ്ടെന്ന് വെക്കാതെ അവർ ഈ ബിസിനസ് മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലുകളൊക്കെ പൂട്ടുകയാണ് കേട്ടോ, അതുകൊണ്ട് ഈ പരിപാടി നിങ്ങൾക്ക് നടക്കത്തില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇത് പറഞ്ഞു തരുന്നവനായിരിക്കും അപ്പുറത്ത് മാറി ബൾക്കായിട്ട് തേയില എടുത്തുകൊണ്ട് പോയിട്ട് ബിസിനസ് നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അടുത്ത് പറയും ആ പരിപാടിയൊന്നും തുടങ്ങല്ലേ, അത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല, എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കാന്ന്. ആ പറയുന്ന വ്യക്തിയായിരിക്കും അപ്പുറത്ത് ചെന്നിട്ട് ഒരു 50 കിലോ ഇങ്ങോട്ട് താ, ഇപ്പൊ എല്ലാം മാറി നിൽക്കുന്ന സമയം, ഈ സമയത്ത് ഞാൻ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ചിക്കിലി ഉണ്ടാക്കാനായിട്ട് പറ്റൂ എന്നുള്ളത്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് നടക്കണം അത് തന്നെ, ഇപ്പോഴും നടക്കണം അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള മണ്ടത്തരത്തിലൊന്നും പോയി വീഴാണ്ട് അല്ലെ മണ്ടത്തരം കേൾക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല ബ്രാൻഡുകൾ എടുക്കുക. ഇതിപ്പോ നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ ഓർഡർ 156 കിലോ ആണ്. അവര് പറഞ്ഞത് 150 കിലോ മതി എന്നുള്ളതാണ്. ഞാനിത് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ 156 കിലോളം അടുത്തും ഏകദേശം ഇതിന് ബ്ലെൻഡിങ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കിലോ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത് 160 കിലോ വരും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അവര് പറഞ്ഞ 150-ൽ 10 കിലോ കൂടെ കൂടിയിട്ടുണ്ട്, അവർ എടുത്തോളാന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് പറഞ്ഞ റേറ്റ് ഈ 9600 രൂപയാണ് നമുക്ക് മൊത്തം വരുന്നത്. ഈ 9600 എന്നുള്ളത് വരുമ്പോൾ ഒരു 100 രൂപയും കൂടെ ഒരു ടിപ്പായിട്ട് കുറച്ച് നമുക്കൊരു 4500 മേടിച്ചാൽ, അതായത് 9600 എന്നുള്ളത് 9500 ആയിട്ടാണ് ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു 100 രൂപ കുറച്ച് കൊടുത്തേക്കാം അല്ലെ. നമുക്ക് ഇത്ര ഓർഡർ തന്ന സ്ഥിതിക്ക് നമ്മളൊരു 100 രൂപ കുറച്ച് കൊടുക്കണം, നല്ല കാര്യം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവം സഹായിച്ച് അവര് ദൈവത്തിന്റെ രൂപത്തിൽ വന്നിട്ട് നമുക്ക് ഇത്രയും നല്ലൊരു ഓർഡർ തന്നപ്പോൾ അല്ലെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട നമ്മൾ അവർക്കൊരു 100-200 കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. കാരണം എന്താ, ബൾക്കായിട്ട് നമുക്കൊരു ഓർഡർ തന്ന് ബൾക്കായിട്ട് നമുക്ക് കിട്ടിയ എത്രയാ 9000-ന് മുകളിൽ 9500 രൂപ നമുക്ക് ഇതിനകത്ത് നിന്ന് ലാഭം കിട്ടി. അപ്പൊ ഈ ഒരു മാസത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ തന്നെയായിരിക്കും. മുമ്പ് ഇവരോട് നമ്മളോട് എടുത്തോണ്ടിരുന്നതാണ്. ഈ തേയില അവർ വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ അടുത്ത ആഴ്ച തന്നെ അവർ നമുക്ക് ഓർഡർ തരും. നിങ്ങൾക്കും ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ 10 പേര് നിങ്ങളെ ബിസിനസ് തുടങ്ങി, നിങ്ങൾ ആരംഭിച്ചു, നിങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓർഡർ വരുമ്പോണ്ടല്ലോ, നിങ്ങൾക്ക് ഇത്
ഇതുപോലെ എടുത്ത് പാക്ക് ഒക്കെ ചെയ്ത് നന്നായിട്ട് സീലൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ പ്രേക്ഷകർ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാ കൂട്ടർക്കും.